ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി റെസിപ്പിയാണ്. ഇത് ചിക്കൻ ഗുൽബർഗ റെഡ് ചിക്കൻ ആണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് ഏത് സാധനത്തിലൂടെയും കഴിക്കാൻ നല്ലതാണ്. അപ്പം, പൊറോട്ട, അതുപോലെ തന്നെ ചപ്പാത്തി, ചോറിൻ്റെ കൂടെയും വളരെ സൂപ്പറായിട്ടുള്ള ഐറ്റമാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ടൊരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മീഡിയം കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. 3 വലിയ സവോള എടുത്തിട്ടുണ്ട്. ചെറിയ 3 തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തു. ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച്, ഒരു ബൗള്. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് പുളിയില്ലാത്ത തൈര് ആവശ്യമുണ്ട്, 1 ടീസ്പൂൺ പഞ്ചസാര ആവശ്യമുണ്ട്, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്. നമ്മളൊരു തവ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. 2-3 ഗ്രാമ്പു, അതുപോലെ 2-3 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ച സവോള പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ പേസ്റ്റ് ആക്കിയ സവോള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 വലിയ സവോളയാണ് നമ്മൾ എടുത്തിരുന്നത്. അത് പേസ്റ്റ് ആക്കി എടുത്തു. ഇനി നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. ഈ തവയ്ക്കകത്തിട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചപ്പെല്ലാം മാറ്റി വെള്ളമൊക്കെ വറ്റി ഇതൊന്ന് ഫ്രൈ ആയി വരണം. അതുവരെയും ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. വെള്ളം വറ്റി വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ സമയം നമുക്ക് ഒരു ബൗളെടുത്ത് ആ ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല നമ്മൾ 2-3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് വെക്കണം. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ സവോള കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം എടുത്തു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി. ഈ സമയം നമ്മളെടുത്ത് വെച്ച മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കുന്നു. മല്ലിപ്പൊടിയുടെയും അതുപോലെ തന്നെ സവോളയുടെയും പച്ചപ്പൊക്കെ ഉണ്ടെന്ന് ഒന്ന് മാറി വരണം. കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വെള്ളം ചേർത്ത് ഇളക്കി വെച്ചിരുന്ന നമ്മുടെ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുന്നു. കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരപ്പൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മളുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസ് ചേർത്ത് കൊടുത്ത് മസാല നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം ചിക്കൻ പീസിലേക്ക് നല്ലതുപോലെ നമ്മളുടെ ഈ മസാല പിടിക്കണം. അതുവരെ ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയട്ടെ. ഒന്ന് ചെറുതായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ നമ്മളെടുക്കുന്ന ചിക്കൻ്റെ അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കുന്നു. ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ. ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ നമുക്കിതുപോലെ ഒന്ന് തട്ടി വെച്ച് കൊടുക്കാം. വീണ്ടും അടപ്പൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൂടെ കഴിയട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കനുള്ളിലെ വെള്ളമാണ് ഇത് കാണുന്നത്. നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ തക്കാളിക്ക പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പേസ്റ്റാക്കിയ തക്കാളിക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി പേസ്റ്റ് ചേർത്ത് വീണ്ടും ഒന്നുകൂടെ നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മൾ ഓരോ സാധനങ്ങൾ ചേർക്കുമ്പോഴും നല്ലതുപോലെ ഇത് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള മസാലയും ഉപ്പും പുളിയൊക്കെ പിടിക്കുകയുള്ളൂ. വീണ്ടും അടപ്പൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ കുറച്ചുകൂടെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് സവോള വറുത്തത്, ഒരുപാടില്ല, ഒരു പിടി സവോള വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളകും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇത് ഒരുപാട് എരിവില്ലാത്ത സ്പൈസി അല്ലാത്ത ഒരു കറിയാണ്. ഇപ്പോൾ തന്നെ ഗ്രേവിയൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു. വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇതിൻ്റെ പ്രത്യേകത. ചിക്കനൊക്കെ വെന്തു. ഈ സമയം നമുക്ക് ഇതിലേക്കൊരു 4-5 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. പുളിയുള്ള തൈര് ചേർക്കരുത്. ഞാനിപ്പോൾ ഒരു 4 സ്പൂൺ ചേർത്തു. അതിനുശേഷം ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കുന്നു. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം. ഇവിടെ നല്ല കളറാണ്. നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ആ എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്ന് ഈക്വലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ അടച്ച് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ കറി റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് കറി മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു റെഡ് കളറോട് കൂടി ചിക്കനാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും.